വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം 9-ാം സർഗം ശിഖിധ്വജ ഉപാഖ്യാനം തുടരുന്നു. പേജ് 364. ഗജേന്ദ്ര ഉപാഖ്യാനം. രാജാവേ, മനോഹരമായ മറ്റൊരു കഥ കൂടി കേൾക്കൂ. ബുദ്ധിക്ക് ഉണർവുണ്ടാകാൻ പറ്റിയ കഥ. അങ്ങയുടെ കഥയ്ക്ക് തുല്യമായ കഥ. വിന്ധ്യവനത്തിൽ ആനക്കൂട്ടങ്ങളുടെ നാഥനായ ഒരു കൊമ്പനാനയുണ്ട്. വജ്രാസ്ഥികൾ പോലെ കഠിനമായ 2 കൊമ്പുകളും അതിനുണ്ട്. ഒരിക്കൽ ഒരു ആനക്കാരൻ അതിനെ ഇരുമ്പ് ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടി. കടുത്ത ചങ്ങലക്കെട്ട് ആനയെ വല്ലാതെ വിഷമിപ്പിച്ചു. വിഷമം സഹിക്കാതെ പണിപ്പെട്ട് ആന ചങ്ങലക്കെട്ട് പൊട്ടിച്ചു. വജ്രതുല്യങ്ങളായ തൻ്റെ കൊമ്പുകൾ കൊണ്ട് അക്കാര്യം അനായാസം സാധിച്ചു. ചങ്ങല പൊട്ടിയത് കൊണ്ട് അതിനെ വീണ്ടും പിടിച്ചു കെട്ടാൻ തന്നെ ആനക്കാരൻ നേരെ ആനയുടെ മസ്തകത്തിൽ എടുത്തു ചാടി. എന്നാൽ മസ്തകത്തിൽ പിടികിട്ടാതെ അയാൾ നിലംപതിച്ചു. അയാൾ തറയിൽ വീണത് കണ്ട് ഗജേന്ദ്രന് കരുണ തോന്നി. മൃഗങ്ങളിൽ പോലും ചിലവ അത്യന്ത ഗുണശാലികളായി കാണാറുണ്ട്. വീണ് കിടക്കുന്നവനെ ചവിട്ടി മെതിക്കുന്നതിൽ എന്തു പൗരുഷമാണുള്ളത് എന്ന് കരുതി ആനക്കാരനെ കൊല്ലാതെ വിട്ടയച്ചു. അങ്ങനെ അയാളെ വിട്ടിട്ട് ആന കാട്ടിലേക്ക് മടങ്ങി. ആന പോയി കഴിഞ്ഞപ്പോൾ ആനക്കാരൻ പതുക്കെ സ്വസ്ഥനായി എഴുന്നേറ്റു. അയാൾ കുറ്റിക്കാടുകൾക്കിടയിൽ ആനയെ തിരഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് കാനന മധ്യത്തിൽ ഒരിടത്ത് ആന നിൽക്കുന്നതായി കണ്ടു. അയാൾ ആനയുടെ വഴിയിൽ വലിയൊരു കുഴിയുണ്ടാക്കി. ആ ഷഠൻ കുഴിയുടെ മുഖം പുല്ലുകൊണ്ടും ഇലകൾ കൊണ്ടും മൂടിയിട്ടു. ആന കാട്ടിൽ ചുറ്റി നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണങ്ങിയ സമുദ്രത്തിൽ പർവ്വതം വീഴുന്നത് പോലെ ആ കുഴിയിൽ വീണു. ആനക്കാരൻ വരിഞ്ഞു കെട്ടി വീണ്ടും അതിനെ പാട്ടിലാക്കി. ബലി പാതാളത്തിൽ കഴിയുന്നത് പോലെ ഇന്നും അതവിടെ ആനക്കാരൻ്റെ ചൊൽപ്പടിക്ക് കഴിഞ്ഞുകൂടുന്നു. തൻ്റെ മുൻപിൽ വന്നു വീണ ആനക്കാരനെ തുമ്പിക്കൈ കൊണ്ട് കൊന്നിരുന്നെങ്കിൽ വീണ്ടും കുഴിയിൽ നിന്ന് ആനയ്ക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. അജ്ഞത നിമിത്തം മനുഷ്യൻ വരാൻ പോകുന്ന ദുഃഖം ഒഴിവാക്കാനായി പല കർമ്മ പരിപാടികളും നടപ്പാക്കി ക്ലേശിച്ചുകൊണ്ടേയിരിക്കുന്നു. വിന്ധ്യവനത്തിലെ ആനയെപ്പോലെ തത്വജ്ഞാനം കൊണ്ട് മനസ്സിനെ പ്രബുദ്ധമാക്കാൻ യത്നിക്കുന്നതേയില്ല. ചിന്താമണി ഉപാഖ്യാന വിവരണം. ശിഖിധ്വജൻ പറഞ്ഞു, അല്ലയോ ദേവപുത്ര, ചിന്താമണി സാധകൻ്റെയും ഗജേന്ദ്രൻ്റെയും കഥകളിലൂടെ ധ്വനിപ്പിച്ച വസ്തുതകൾ ഒന്നുകൂടി വ്യക്തമായി എനിക്ക് വിവരിച്ചു തരൂ. കുംഭൻ തുടർന്നു, ആ ചിന്താമണി സാധകൻ ശാസ്ത്രാർത്ഥങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കിയവൻ, എന്നാൽ തത്വാനുഭവത്തിന് വഴി കഴിയാത്തവൻ. അതങ്ങ് തന്നെയാണ്. അങ്ങയ്ക്ക് ശാസ്ത്രമൊക്കെ നല്ലപോലെ അറിയാം, പക്ഷേ തത്വം അനുഭവിക്കാൻ കഴിയുന്നില്ല. അകൃത്രിമമായ സർവത്യാഗമാണ് ചിന്താമണി രത്നം എന്നറിയൂ. അകൃത്രിമമായ സർവത്യാഗമാണ് ചിന്താമണി രത്നം എന്നറിയൂ. എല്ലാ ദുഃഖങ്ങളും ഒഴിച്ചുമാറ്റാൻ കഴിവുള്ള ആ ചിന്താമണി കരസ്ഥമാക്കാനാണ് അങ്ങയുടെ ശ്രമം. അതിനുവേണ്ടി അങ്ങ് രാജ്യമുപേക്ഷിച്ചു. കളത്രപുത്ര ബന്ധുക്കളെയെല്ലാം വെടിഞ്ഞു. ദേശം വെടിഞ്ഞ് അതിദൂരെ ഈ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ സർവത്യാഗ മഹായത്നത്തിൽ അഹങ്കാരത്തെ മാത്രം അങ്ങ് അവശേഷിപ്പിച്ചു. അതുകൊണ്ട് അങ്ങയുടെ സർവത്യാഗം പൂർണ്ണമാകാതെ വന്നു. അതുകൊണ്ട് ഞാൻ സർവവും ത്യജിച്ചു എന്ന സങ്കല്പം ആകാശത്തെ മേഘമെന്ന പോലെ അങ്ങയെ ആവരണം ചെയ്തു. മഹോദയ, സർവത്യാഗ പരമാനന്ദം പ്രാപിക്കാൻ അങ്ങയ്ക്ക് അതുകൊണ്ട് കഴിയുന്നില്ല. ഇനിയും എന്തൊക്കെയോ ക്രിയാകലാപങ്ങൾ കൊണ്ട് നേടേണ്ട ഒരു മഹാകാര്യമാണ് ഈ സർവത്യാഗം എന്നിപ്പോഴും അങ്ങ് കരുതുന്നു. ഈ സംശയം കൊണ്ട് അങ്ങയുടെ ഉള്ളിലെ സർവത്യാഗത്തെക്കുറിച്ചുള്ള ചിന്ത പെരുകി വരുന്നു. കൊടുങ്കാറ്റുകൊണ്ട് കാടിളകുമ്പോൾ പക്ഷി മറ്റൊരിടത്തേക്ക് പറന്നു പോകുന്നത് പോലെ സർവത്യാഗം അങ്ങയുടെ മുൻപിൽ നിന്നും പറന്നു മറയുകയും ചെയ്തു. സുന്ദരനായ രാജാവേ, സർവത്യാഗ ചിന്താമണി പറന്നു മറഞ്ഞതോടെ അങ്ങ് സങ്കല്പത്തിലൂടെ തപസ്സെന്ന കാക്കപ്പൊന്നു കണ്ടെത്തി. 305-ാം പദ്യം. അമിതാനന്ദമുത്സൃജ്യ സുസാധ്യം യഃ പ്രവർത്തതേ മിതേ വസ്തു നിദുസ്സാധ്യേ സ്വാത്മഃ സഷഠഃ സ്മൃതഃ. യഹ, ആരാണോ സുസാധ്യം, അഹങ്കാരവും സങ്കല്പവും ഉപേക്ഷിച്ച് എളുപ്പം നേടാവുന്ന അമിതാനന്ദമുത്സൃജ്യ, തന്നിൽ തന്നെയുള്ള അനന്തമായ ആത്മാനന്ദം കൈവെടിഞ്ഞ് ദുസ്സാധ്യേ, ക്ലേശിച്ചു മാത്രം നേടാൻ പറ്റുന്ന മിതേ വസ്തുനി പ്രവർത്തതേ, ചെറിയ കാര്യത്തിൽ വ്യാപൃതനായി വർത്തിക്കുന്നത്
സ്വഹ ആത്മഹ, അവൻ ആത്മാവിനെ ഹനിക്കുന്ന ഷഠഃ സ്മൃതഃ, ഷഠനായി കണക്കാക്കപ്പെടുന്നു. ആരാണോ അഹങ്കാരവും സങ്കല്പവും ഉപേക്ഷിച്ച് എളുപ്പം നേടാവുന്ന തന്നിൽ തന്നെയുള്ള അനന്തമായ ആത്മാനന്ദം കൈവിടിഞ്ഞ് ക്ലേശിച്ചു മാത്രം നേടാൻ പറ്റുന്ന ചെറിയ കാര്യത്തിൽ വ്യാപൃതനായി വർത്തിക്കുന്നത്, അവൻ ആത്മാവിനെ ഹനിക്കുന്ന ഷഠനായി കണക്കാക്കപ്പെടുന്നു. ആരാണോ അഹങ്കാരവും സങ്കല്പവും ഉപേക്ഷിച്ച് എളുപ്പം നേടാവുന്ന തന്നിൽ തന്നെയുള്ള അനന്തമായ ആത്മാനന്ദം കൈവടിഞ്ഞ് ക്ലേശിച്ചു മാത്രം നേടാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളിൽ വ്യാപൃതനായി വർത്തിക്കുന്നത്, അവൻ ആത്മാവിനെ ഹനിക്കുന്ന ഷഠനായി കണക്കാക്കപ്പെടുന്നു. സ്വാത്മഹ സ ഷഠഃ സ്മൃതഃ, തന്നിൽ തന്നെയുള്ള അനന്തമായ ആത്മാനന്ദത്തെ കൈവെടിയുന്നവൻ ആത്മാവിനെ ഹനിക്കുന്ന ഷഠനാണ്. ആത്മാനന്ദം നേടാനുള്ള ഉപായം എന്താണ്? സർവത്യാഗ ചിന്താമണി. അഹങ്കാരവും സങ്കല്പവും വെടിഞ്ഞാൽ ഈ ചിന്താമണി കരസ്ഥമാകും. അഹങ്കാരവും സങ്കല്പവും വെടിയുക സുസാധ്യം. സർവം ബ്രഹ്മമയം എന്ന വസ്തുസ്ഥിതി സദാ മനസ്സിനെ ഓർമ്മിപ്പിച്ചാൽ മതി. എല്ലാം ബ്രഹ്മമാണെങ്കിൽ അഹങ്കാരത്തിനും രാഗദ്വേഷ സങ്കല്പങ്ങൾക്കും പിന്നെ പ്രസക്തി എവിടെ? ശിഖിധ്വജന ചൂടാലയത് പോലെ തന്നെ കൊട്ടാരത്തിൽ ഇരുന്ന് ഇത് സാധിക്കാമായിരുന്നു. പ്രിയതമയുടെ വാക്കുകളിൽ കൂടി ആ സർവത്യാഗ ചിന്താമണി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയതാണ്. സംശയാലുവായ രാജാവ് അത് കൈക്കൊള്ളാൻ വിസമ്മതിച്ചു. എന്നിട്ട് സ്വസങ്കല്പം കൊണ്ട് കണ്ടെത്തിയ തപസ്സെന്ന കാക്കപ്പൊന്നും കയ്യിലെടുത്ത് കൊട്ടാരം വിട്ടുപോയി. അതിൻ്റെ ഫലമോ ദുഃഖം മാത്രം. ഇങ്ങനെയാണ് സുസാധ്യമായ ആത്മജ്ഞാനം ഉപേക്ഷിച്ച് അജ്ഞലോകം ഈശ്വരാന്വേഷണമെന്നു പറഞ്ഞ് തീരാ ദുഃഖത്തിൽപ്പെട്ടുഴലാൻ ഇടവരുന്നത്. ഇക്കൂട്ടരെ ആത്മാവ് ഹനിക്കുന്ന ഷഠന്മാരെന്നല്ലാതെ മറ്റെന്തു പറയാൻ? കുംഭൻ തുടർന്നു, സാധോ, ചിന്താമണി കിട്ടിയെന്ന് അങ്ങ് കരുതി ഒരു സ്ഫടികത്തുണ്ട് പോലും കിട്ടിയില്ല എന്നതാണ് വസ്തുത. ഗജേന്ദ്രോപാഖ്യാന വിവരണം. ഇനിയും വിന്ധ്യവനത്തിലെ ഗജേന്ദ്രനെക്കുറിച്ച് കേട്ടോളൂ. ഭൂമണ്ഡലത്തിൽ ആ ഗജേന്ദ്രൻ അങ്ങ് തന്നെയാണ്. ആനയ്ക്ക് ബലമുള്ള 2 കൊമ്പുകൾ ഉണ്ടായിരുന്നത് പോലെ കരുത്തുറ്റ വിവേക വൈരാഗ്യങ്ങൾ അങ്ങേക്കുണ്ടായിരുന്നു. ഈ ആനയെ പിടിച്ചുകെട്ടാൻ കൂടെ നടന്ന ആനക്കാരൻ ആരാണ്? അതുതന്നെയാണ് അങ്ങയുടെ അജ്ഞാനം. അങ്ങയെ കീഴടക്കി ദുഃഖിപ്പിക്കാൻ അത് സദാ പിന്തുടരുന്നു. അതിശക്തൻ പോലും പലപ്പോഴും അശക്തനാൽ ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ഭയത്തിൽ നിന്നും ഭയത്തിലേക്കും നയിക്കപ്പെടാൻ ഇടയാകുന്നു. ആനക്കാരനാൽ നയിക്കപ്പെടുന്നത് പോലെ. ആദ്യം ഇരുമ്പ് ചങ്ങല കൊണ്ട് ആന ബന്ധിക്കപ്പെട്ടിരുന്നു. അതുപോലെ രാജാവേ, അങ്ങും ആശാപാശങ്ങളിൽ ബദ്ധനായിരുന്നു. 306 ശ്ലോകം. ആശാഹി ലോഹരജ്ജുഭ്യോ വിഷമാ വിപുലാ ദൃഢ കാലേനേക്ഷീയതേ ലോഹം തൃഷ്ണാതു പരിവർദ്ധത്തെ. ഇരുമ്പ് ചങ്ങലയേക്കാൾ വിഷമിപ്പിക്കുന്നതും നീണ്ടതും ദൃഢവുമാണ് ആശാപാശം. ഇരുമ്പ് ചങ്ങല കാലം കൊണ്ട് ജീർണിക്കും, തൃഷ്ണയാകട്ടെ കാലം കൊണ്ട് പെരുകും. ആന ശത്രുവിൻ്റെ ചങ്ങലക്കെട്ട് പൊട്ടിച്ചു. അതുകൊണ്ട് അങ്ങ് ആശാപാശങ്ങളെ മുറിച്ച് രാജഭോഗങ്ങളിൽ വിരക്തനായി സമൃദ്ധമായി രാജ്യം ഉപേക്ഷിച്ചു. പനമരത്തിൻ്റെ മുകളിൽ നിന്നും ആനക്കാരൻ ആനയുടെ മുൻപിൽ പതിച്ചു. രാജ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതോടെ അജ്ഞാനം അങ്ങയുടെ മുമ്പിൽ മലർന്നു കിടന്നു. 307 ശ്ലോകം. യഥാ വിരക്തഃ പുരുഷോ ഭോഗാംശാത്യക്തുമിച്ഛസി. യഥാ വിരക്തഃ പുരുഷോ ഭോഗാംശാത്യക്തുമിച്ഛതി തദാ പ്രകമ്പതേ ജ്ഞാനം ഛേദ്യേ വൃക്ഷേ പിശാചവത്. ശ്ലോകം. യഥാ വിരക്തഃ പുരുഷോ ഭോഗാംശാത്യക്തുമിച്ഛതി തദാ പ്രകമ്പതേ ജ്ഞാനം ഛേദ്യേ വൃക്ഷേ പിശാചവത്. വിരക്ത പുരുഷൻ ഭോഗചിന്ത വെടിയാൻ തുടങ്ങുമ്പോൾ അജ്ഞാനം വെട്ടിവീഴ്ത്തുന്ന വൃക്ഷത്തിലെ പിശാചിനെപ്പോലെ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങുന്നു. വിരക്തൻ ഭോഗങ്ങളെ കൈവെടിയുന്നതോടെ അജ്ഞാനം നിലംപതിക്കുന്നു. വിവേകിയായ പുരുഷൻ ഭോഗങ്ങളെ ത്യജിച്ച് നിർഭയനായി നിവർന്നു നിൽക്കുമ്പോൾ വെട്ടിവീഴ്ത്തിയ വൃക്ഷത്തിലെ പിശാചിനെ പോലെ അജ്ഞാനം ഓടിയൊളിക്കുന്നു.
അങ്ങ് കാട്ടിലേക്ക് യാത്ര തിരിച്ചതോടെ അജ്ഞാനം അങ്ങയുടെ മുമ്പിൽ വീണ് മുറിപ്പെട്ടതായി ഭാവിച്ചു. എന്നാൽ സർവത്യാഗമാകുന്ന മൂർച്ചയേറിയ വാളുകൊണ്ട് അങ്ങയ്ക്ക് അതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അത് വീണ്ടും ചാടിയെഴുന്നേറ്റ് തൻ്റെ പരിഭവത്തിന് പകരം വീട്ടാൻ ഒരുങ്ങി. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അജ്ഞാനമാകുന്ന ആനക്കാരൻ കുഴിച്ച തപോവനമാകുന്ന കുഴിയിൽ ഗജേന്ദ്രനാകുന്ന അങ്ങ് വീണ്ടും പതിച്ചു. നേരെ മറിച്ച് കൊട്ടാരവും മറ്റും ഉപേക്ഷിക്കാൻ ഭാവിച്ചപ്പോൾ മുൻപിൽ വീണ അജ്ഞാനത്തെ അവിടെ വെച്ച് അപ്പോൾ തന്നെ കൊന്നിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ സ്ഥിതി വരുമായിരുന്നില്ല. ശത്രുവായ ആനക്കാരൻ കുഴിയിൽ തള്ളിയിട്ട് ആനയെ ദുഃഖിപ്പിച്ചതുപോലെ അങ്ങെന്ന് അജ്ഞാനത്താൽ അതിരറ്റ ദുഃഖത്തിന് പാത്രമാക്കപ്പെട്ടിരിക്കുകയാണ്. രാജാവേ, ശത്രുവായ ആനക്കാരൻ്റെ പരിവാരങ്ങളെപ്പോലെ പരന്നു പടരുന്ന ചിത്തവൃത്തികൾ അങ്ങയെ സദാ അജ്ഞാന പരിവാരങ്ങളായി ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആനയെ പിടിക്കാനുള്ള കുഴി ഇലകളും പുല്ലും കൊണ്ട് മൂടപ്പെട്ടിരുന്നത് പോലെ അങ്ങയുടെ തപോദുഃഖവും അല്പം ചില സജ്ജന സങ്കല്പങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അങ്ങിപ്പോഴും ഇതാ തപസാകുന്ന കുഴിയിൽ ദാരുണ ദുഃഖം അനുഭവിച്ചുകൊണ്ട് പാതാള ലോകത്ത് ബദ്ധനായി വസിക്കുന്ന ബലിചക്രവർത്തിയെപ്പോലെ കഴിയുകയല്ലേ? സത്യബുദ്ധി ഉറപ്പു വന്നവളും സമദർശിനിയുമായ പ്രിയതമ ചൂടാല അങ്ങേക്ക് ജ്ഞാനം ഉപദേശിച്ചതല്ലേ? അങ്ങ് എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അങ്ങയുടെ പ്രിയതമ തത്വനിഷ്ഠ ഉറപ്പു വന്ന വ്യക്തിയാണ്. അവർ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ സത്യം. ആദരവോടുകൂടി അനുസരിക്കേണ്ടതാണ്. ഇനിയും അങ്ങ് അവരെ അനുസരിച്ചില്ലെന്നത് പോട്ടെ, ഈ സർവത്യാഗത്തെ അങ്ങ് എന്തുകൊണ്ട് സത്യാനുഭവ യോഗ്യമാകും വിധം നിപുണമാക്കി തീർത്തില്ല? ശിഖിധ്വജൻ പറഞ്ഞു, ഞാനിനി എങ്ങനെയാണ് ഇത് നിപുണമാക്കേണ്ടത്? ഞാൻ രാജ്യമുപേക്ഷിച്ചു, വീടുപേക്ഷിച്ചു, ഐശ്വര്യസമ്പന്നമായ ചുറ്റുപാടുപേക്ഷിച്ചു, ഭാര്യയെ ഉപേക്ഷിച്ചു, മക്കളെ ഉപേക്ഷിച്ചു. എന്താ സർവത്യാഗം പൂർണ്ണമായില്ലേ? കുംഭൻ ചോദിച്ചു, രാജാവേ, ധനം, ഭാര്യ, ഗൃഹം, രാജ്യം, ഭൂമി, വെൺകൊറ്റക്കുട, ബന്ധുക്കൾ ഇതൊന്നും തന്നെ അങ്ങയുടേതല്ലല്ലോ. പിന്നെ അവയെ എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? സ്വന്തമല്ലാത്തതെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഏതു നിമിഷവും പരസ്പരം വിട്ടുപോകാവുന്നവ എങ്ങനെ സ്വന്തമാകും? ഇതൊക്കെ എൻ്റേതാണെന്നുള്ള അങ്ങയുടെ അന്ധമായ മമതാഭാവമാണ് സ്വന്തമായുള്ളത്. അതങ്ങ് ഉപേക്ഷിച്ചോ? അത് ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ എവിടെയിരുന്നാലും അങ്ങ് പൂർണ്ണമായും ശോകവിമുക്തനാകും. ശുകിധ്വജൻ പറഞ്ഞു, ഹേ ബ്രഹ്മചാര്യൻ, രാജ്യം എൻ്റേതല്ലെങ്കിൽ പിന്നെ ഈ വനമായിരിക്കാം എൻ്റേത്. പർവ്വതവും വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ വനമാണ് എൻ്റേതെങ്കിൽ അത് മുഴുവൻ ഞാൻ ഉപേക്ഷിക്കാം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഇങ്ങനെ പറഞ്ഞ് കുംഭവാക്യത്തിൽ പ്രചോദിതനായ ധീരനും വശിയുമായ ശിഖിധ്വജൻ ദൃഢനിശ്ചയത്തോടെ നിമിഷനേരം കൊണ്ട് ഉള്ളിൽ നിന്നും വനപ്രേമത്തെ തുടച്ചുമാറ്റി. മഴക്കാലത്തെ വെള്ളപ്പൊക്കം നദീതടത്തിലെ പൊടിപടഞ്ഞ കഴുകി മാറ്റുന്നത് പോലെ. എന്നിട്ട് ശിഖിധ്വജൻ കുംഭനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിതാ നദികളും വൃക്ഷങ്ങളും കാടുകളും കുഴികളും കുണ്ടുകളും നിറഞ്ഞ വനത്തിനോട് ഉള്ള എൻ്റെ മമത ഉള്ളിൽ നിന്നും തുടച്ചു മാറ്റിയിരിക്കുന്നു. എന്താ സർവത്യാഗം പൂർണ്ണമായോ? കുംഭൻ പറഞ്ഞു, രാജാവേ, പർവ്വതം, താഴ്വര, വനം, കുഴി, വെള്ളം, വൃക്ഷങ്ങൾ, പ്രദേശം ഇവയൊന്നും തന്നെ അങ്ങയുടേതല്ലല്ലോ. പിന്നെ അങ്ങ് എങ്ങനെ അവയെ ത്യജിക്കും? എല്ലാത്തിനെയും കുറിച്ചുമുള്ള അങ്ങയുടെ ഹൃദയരാഗം ഉപേക്ഷിക്കൂ. അപ്പോൾ മാത്രമേ സർവത്യാഗമാവൂ. ശിഖിധ്വജൻ പറഞ്ഞു, ഇതൊന്നും എൻ്റേതല്ലെങ്കിൽ പിന്നെ ഈ ആശ്രമവും പാത്രങ്ങളും ഒക്കെ ആയിരിക്കാം എൻ്റേത്. അവയുമൊക്കെ ഞാനിത് ഉപേക്ഷിക്കുന്നു. കുംഭൻ പറഞ്ഞു, ആശ്രമവും അങ്ങയുടേതല്ല, അത് ഉപേക്ഷിച്ചത് കൊണ്ടും സർവത്യാഗമല്ല. അങ്ങിനിയും അങ്ങയുടെ ഉള്ളിലുള്ള രാഗം ഉപേക്ഷിച്ചിട്ടില്ല. ശിഖിധ്വജൻ പറഞ്ഞു, ആശ്രമം എൻ്റേതല്ലെങ്കിൽ പിന്നെ ഈ ഫലപാത്രവും പൂക്കുടയും തോലും തിട്ടയും ഒക്കെ ആയിരിക്കാം എൻ്റേത്. ഞാനിതാ അവയുമൊക്കെ ഉപേക്ഷിക്കുന്നു. വസിഷ്ഠൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞെണീറ്റ് ശിഖിധ്വജൻ രുദ്രാക്ഷമാല, മൃഗത്തോൽ, പൂക്കുട എന്നിവയെല്ലാം ഒരുമിച്ച് കൂട്ടി ത്യജിക്കുന്നു ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടി ത്യജിക്കുന്നു എന്ന ഭാവേന അവയെ തീയിലിട്ട് ചുട്ടുകരിച്ചു. ഉണങ്ങിയ വിറകിനോടൊപ്പം ആ സാധന ഭാണ്ഡം എരിഞ്ഞ് ചാമ്പലായി. താൻ മാത്രമായ രാജാവ് നിസ്നേഹനായി സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, ദേവപുത്ര,
ഇതാ വാസനയെല്ലാം ഉപേക്ഷിച്ചു ഞാൻ സർവത്യാഗിയായി ഭവിച്ചിരിക്കുന്നു. ആശ്ചര്യം! അല്പം താമസിച്ചാണെങ്കിലും അങ്ങനെ ഉണർത്തിവിട്ടു. എന്നിതാ ഞാൻ കേവലൻ, ശുദ്ധൻ, സമ്പന്നൻ, സന്തുഷ്ടനായി. അല്പം താമസിച്ചാണെങ്കിലും അങ്ങനെ ഉണർത്തിവിട്ടു. ഞാനിതാ കേവലൻ, ശുദ്ധൻ, സമ്പന്നൻ, സന്തുഷ്ടനായി, ഉണർന്നവനായി ഭവിച്ചിരിക്കുന്നു. ഈ സംസാരത്തിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾക്ക് എന്തു വില? ഭാണ്ഡം, പാത്രം, ഗൃഹോപകരണം, വാസസ്ഥാനം, വീട് ഇവയൊക്കെ ദുഃഖകാരണം തന്നെ. അന്തഹേതുക്കളായ ഇവയൊക്കെ എത്രമാത്രം വിട്ടുപോകുന്നുവോ അത്രയും സുഖം. വിട്ടുപോകുന്നതിനും നിർവൃതി. ഞാൻ ശാന്തനായി, നിർവ്വാണം പ്രാപിച്ചവനായി, സുഖിയായി, ജയിച്ചവനായി, ബന്ധങ്ങളെല്ലാം വിട്ടുപോയി ഞാൻ സർവത്യാഗിയായി, തുറന്ന ദിഗന്ധങ്ങൾ പോലെ ഞാൻ ദിഗംബരനായി ഭവിക്കുന്നുണ്ട്. ദേവപുത്ര, മഹാത്യാഗത്തിന് ഇനി എന്തവശേഷിക്കുന്നു? വല്ലതുമുണ്ടെങ്കിൽ പറയൂ. കുംഭൻ പറഞ്ഞു, അല്ലയോ ശിഖിധ്വജ മഹാരാജാവേ, അങ്ങെല്ലാം ഉപേക്ഷിച്ചിട്ടില്ല. ഞാനെല്ലാം ഉപേക്ഷിച്ചു എന്ന് വെറുതെ നടിച്ചത് കൊണ്ടായില്ല. വസിഷ്ഠൻ പറഞ്ഞു. കുംഭൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് അല്പനേരം ഒന്നും മിണ്ടാതെ ആലോചിച്ചു നിന്നു. രാജകുമാരനായ അല്ലയോ രാമ, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അല്ലയോ ദേവപുത്ര, എനിക്ക് മനസ്സിലായി. സർവത്യാഗത്തിന് ഇനി ഒന്ന് അവശേഷിക്കുന്നുണ്ട്. ഇന്ദ്രിയ സർപ്പങ്ങൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന രക്തമാംസമയമായ എൻ്റെ ഈ ദേഹം. അത് സാരമില്ല, അതിനെ ഇപ്പോൾ തന്നെ നാശഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ സർവത്യാഗം പൂർത്തിയാക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് രാജാവ് മുൻപിലുള്ള വലിയൊരു കുഴിയിൽ തൻ്റെ സ്നേഹത്തെ വലിച്ചെറിയാനായി അതിവേഗം മുന്നോട്ട് നീങ്ങി. കുംഭൻ അദ്ദേഹത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഇങ്ങനെ പറഞ്ഞു. രാജാവെ, അപരാധമൊന്നും ചെയ്യാത്ത ഈ ദേഹത്തെ എന്തിനങ്ങ് കുഴിയിൽ നിക്ഷേപിക്കാൻ ഒരുമ്പെടുന്നു? കോപിച്ച കാള ഭക്ഷണപാത്രം ഉടയ്ക്കാൻ ഒരുമ്പെടുന്നത് പോലെ. ഹേ നൃപതേ, ദേഹം ഉപേക്ഷിച്ചാൽ പോലും അങ്ങ് സർവത്യാഗിയായി ഭവിക്കുകയില്ല. വെറും ബാഹ്യ അഭിനയങ്ങൾ കൊണ്ടൊന്നും ഈ സർവത്യാഗം ലഭ്യമാവുകയില്ല. 308 ശ്ലോകം. ഏനായം ക്ഷോഭ്യതേ ദേഹോ യദ്ബീജം ജന്മകർമ്മണാം തത്സംത്യജസി ചേത്യാജ്യം തന്മഹാത്യാഗവാൻ ഭവാൻ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.